കോളനി എന്ന പേര് മാറ്റിയതിൽ മുഖ്യമന്ത്രിയുടെ പുനഃപരിശോധന. പേര് മാറ്റിയത് നടപടിക്രമങ്ങൾ പാലിച്ചാണോ എന്ന് പരിശോധിക്കും. ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. നിലവിൽ പട്ടിക വിഭാഗങ്ങൾക്ക് ലഭിച്ച ആനുകൂല്യങ്ങളെ ബാധിക്കുന്നോ എന്നും പരിശോധിക്കും. അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. കെ രാധാകൃഷ്ണൻ മന്ത്രിപദം ഒഴിയും മുൻപാണ് കോളനി പേര് മാറ്റിയത്. ജനം ബ്രേക്കിംഗ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിന് തൊട്ടുമുൻപായിരുന്നു കോളനി എന്ന പേര് മാറ്റി കെ രാധാകൃഷ്ണൻ ഉത്തരവിറക്കിയത്. കോളനി എന്ന പേര് നഗറാക്കി മാറ്റിയതിനൊപ്പം ഊരുകൾക്ക് പ്രകൃതിയെന്നും പേര് നൽകിയിരുന്നു. ഒരു ചർച്ച പോലും നടത്താതെയാണ് പേര് മാറ്റമെന്ന വിമർശനം ഇതോടെ ശക്തമായി. മാത്രമല്ല, കോളനികളിലെയും ഊരുകളിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സർക്കാർ എന്ത് ചെയ്തെന്ന ചോദ്യവും ഉയർന്നു. ഇതിനൊപ്പമാണ് തിടുക്കപ്പെട്ട് പേര് മാറ്റിയത് കേന്ദ്ര സർക്കാരിൻ്റെതുൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാൻ കാരണമാകുമെന്ന് വിവിധ സംഘടനകൾ ചൂണ്ടിക്കാട്ടിയത്. പരാതികൾ വ്യാപകമായതോടെയാണ് മുഖ്യമന്ത്രിയുടെ പുനഃപരിശോധന. കോളനി എന്ന പേര് മാറ്റിയത് നടപടിക്രമങ്ങൾ പാലിച്ചാണോ എന്ന് പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. നിലവിൽ പട്ടിക വിഭാഗങ്ങൾക്ക് ലഭിച്ച ആനുകൂല്യങ്ങൾ നഷ്ടമാകുമോ എന്നും പരിശോധിക്കണം. അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം പേരുമാറ്റം പുനഃപരിശോധിക്കുമെന്നാണ് സൂചന. കൂടിയാലോചനകളില്ലാതെയുള്ള പേരുമാറ്റത്തിൽ CPM-ലും കടുത്ത അതൃപ്തിയുണ്ട്. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.